തോൽവിക്ക് ശേഷം തന്നെ മുറുമുറുപ്പ് സി പി ഐക്ക് കാര്യമായ അതൃപ്തി CPM-നോടുണ്ട്. അത് പല നിലക്ക് അവരുടെ ജില്ലാ കമ്മിറ്റികളുടെ വിമർശനം ഉയർന്നു വന്നതാണ്. അതിനുശേഷം ഈ മനു തോമസ് വിവാദം, കണ്ണൂരിലെ മനു തോമസ് വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രൂക്ഷമായ വിമർശനം CPM-നെതിരെ ഉന്നയിക്കുന്നു. ചെങ്കൊടിത്തണലിൽ അധോലോകം വളരുന്നത് പാർട്ടി ഗൗരവത്തോടു കൂടി പരിഗണിക്കണം, പരിശോധിക്കണമെന്ന് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞു വെക്കുകയാണ്. വെച്ചാൽ മനു തോമസ് ഉന്നയിച്ച വാദങ്ങളൊന്നും ശരിയല്ല, അത് തള്ളിക്കളയുകയാണ് CPM ചെയ്തതെങ്കിൽ അതെല്ലാം ഒരു പ്രതിപക്ഷം ഏറ്റെടുക്കുന്നത് പോലെ ഏറ്റെടുത്തുകൊണ്ട് CPM-നെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ബിനോയ് വിശ്വത്തെയും CPI-യെയും നമ്മൾ കാണുകയാണ്. അപ്പോൾ CPI വളരെ ഗൗരവത്തോടു കൂടി വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഒരു പ്രതിപക്ഷ സ്വഭാവത്തോടു കൂടി CPM-നെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ CPI-യുടെ പുതിയ നീക്കങ്ങൾ എങ്ങനെ കാണേണ്ടതുണ്ടെന്ന് കൂടി സംസാരിക്കുകയാണ് നമ്മൾ. ദൗസാഹിബ് എന്ന് തോന്നുന്നു ബിനോയ് വിശ്വം പറഞ്ഞത് അതായത് കണ്ണൂരിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. അപ്പോൾ CPI-ക്ക് പുറത്ത് നിന്ന് CPM-നെ നന്നാക്കിയെടുക്കാം എന്നുള്ള ഒരു ചിന്തയുണ്ട്. എത്ര കണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിയാകും എന്ന് തോന്നുന്നു? സൈഫു, നീ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ടെലിവിഷൻ എടുത്തു കഴിഞ്ഞാൽ ടെലിവിഷനിൽ എയർ ടൈം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നോക്ക്, കാനം രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ആയതിൻ്റെ ആദ്യ സന്ദർഭങ്ങൾ ഇഷ്ടംപോലെ എയർ ടൈം കിട്ടിയ ഒരു നേതാവായിരുന്നു കാനം, ഓർമ്മയില്ലേ? വെളിയവും നന്നായിട്ട് എയർ ടൈം കിട്ടിയ ഒരാളായിരുന്നു. എന്താണ് അവർ കൺസ്യൂം ചെയ്യുന്ന എടുക്കുന്ന എയർ ടൈമിൽ അവരേറ്റവും കൂടുതൽ സംസാരിച്ച, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും അധികം എയർ ടൈം കിട്ടാൻ കാരണമാക്കിയ ഘടകം എന്താണ്? അവർ CPM-നെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. വളരെ എക്സ്പ്ലിസിറ്റ് ആയിരിക്കില്ല, പ്രത്യക്ഷ ഭാഷയിലായിരിക്കില്ല, പരോക്ഷമായി നമ്മൾക്ക് ഇപ്പോൾ നിഷാദിനൊക്കെ ആങ്കർമാർക്കൊക്കെ വ്യാഖ്യാനിക്കാൻ സ്കോപ്പ് ഇട്ടുകൊണ്ട് പരോക്ഷമായ ഭാഷാപ്രയോഗങ്ങളിലൂടെ CPM-നെ വിമർശിക്കും. അപ്പോൾ അതിലൂടെ ഇഷ്ടംപോലെ എയർ ടൈം നേടിയെടുത്ത ആളുകളാണ് CPI വാർത്തകളിൽ വരുന്നത് എപ്പോഴാണ്? അവർ സ്വന്തം നിലക്ക് ഏതെങ്കിലും ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു മൂവ് നടത്തിയതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ, നമ്മൾ വികസനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ മുമ്പോട്ട് വെച്ചതിൻ്റെ പേരിലല്ല. അവരെപ്പോഴൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ, വാർത്തയിൽ വരുന്നുണ്ടോ, അത് CPI വിമർശനത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അത് CPI നമ്മുടെ പൊതുജീവിതത്തിൽ, രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ലൈവായി നിൽക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ത്? CPM വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാനത്തിൻ്റെ അവസാന സമയത്ത് ടേമിൻ്റെ അവസാന ഭാഗത്ത് കുറഞ്ഞു പോയിരുന്നു. അത് പാർട്ടി കമ്മിറ്റികൾ വിമർശന വിധേയമായിട്ടുണ്ട്. എന്താണ്? തിരുത്തൽ ശക്തി എന്ന നമ്മുടെ പദവി, തിരുത്തൽ ശക്തി എന്ന നമ്മുടെ റോൾ അത് കുറഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായതായിട്ട് നമുക്ക് ലീക്ക് ന്യൂസ് കിട്ടും, നമ്മളത് വാർത്തയടിക്കും. തിരുത്തൽ ശക്തി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടോ? വേറൊരു പാർട്ടിയെ തിരുത്താൻ വേണ്ടി എന്തിനാ ഇപ്പുറത്തൊരു പാർട്ടി? അത് അങ്ങനെ ഒരു പാർട്ടിക്ക് ഇങ്ങനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ പാടുണ്ടോ? ഒരു പാർട്ടിക്ക് സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ തിരുത്തുന്ന, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിൽ, ഘടനയിൽ തിരുത്തലുകൾ നിർദ്ദേശിക്കുന്ന, അങ്ങനെയൊക്കെ ഒരു പാർട്ടിക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവാം. എങ്ങാണ്ട് അപ്പുറത്ത് കിടക്കുന്ന ഒരു പാർട്ടിയെ തിരുത്താൻ ഇവിടെ എന്തിനാ ഒരു പാർട്ടി? അപ്പോൾ നമ്മളൊരു തിരുത്തൽ ശക്തിയാണ് എന്ന ഈ പ്രയോഗം തന്നെ വ്യാജമായിട്ടുള്ള, നിലനിൽക്കാൻ അർഹതയില്ലാത്തൊരു പ്രയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നന്നായി സംസാരിക്കാൻ, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. നല്ല ഭാഷയിൽ സ്ഫുടമായി സംസാരിക്കാൻ സാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ CPI അണികൾ ആഗ്രഹിക്കുന്ന അതിൻ്റെ ഒരു പോസ്റ്ററിങ്ങിലേക്ക് വരാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം നന്നായി സംസാരിക്കുകയാണ്. അതിൽ അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ കണ്ണൂർ, കേരളത്തിലെ പാർട്ടിയുടെ ശക്തി ദുർഗമായിട്ടുള്ള കണ്ണൂർ, അവിടെ നിന്ന് വളരെ മോശം വഷളൻ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ചെങ്കൊടി, ഉപയോഗിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കണം. ചെങ്കൊടി തണലിൽ സ്വർണം പൊട്ടിക്കൽ, ചെങ്കൊടി തണലിൽ അധോലോക പ്രവർത്തനം, ചെങ്കൊടിയുടെ ദൗത്യം ഇതല്ല എന്നൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സംസാരിക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകളോട്, ഇടതുപക്ഷത്തുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഭാഷാപ്രയോഗങ്ങളാണ്. അപ്പോൾ ആ നിലക്ക് CPIക്കാർ അവരെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്ന തിരുത്തൽ ശക്തി എന്ന് പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് CPI എത്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം CPI അണികൾക്കിടയിലെങ്കിലും
സ്വീകാര്യനായി മാറാൻ ബിനോയ് വിശ്വത്തെ നന്നായിട്ട് സഹായിക്കും. അത് ശ്രദ്ധിക്കപ്പെടും. കേരളത്തിലൊരു മറ്റാരിപ്പം വി.ഡി. സതീശൻ പറയുന്നതിനേക്കാളോ അല്ലെങ്കിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നതിനേക്കാളോ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആ സ്റ്റെപ്പിൽ ബിനോയ് വിശ്വം വിജയിച്ചിട്ടുണ്ട്. അല്ലാതെ അതിനേക്കാൾ ഞാനത് അദ്ദേഹം പറഞ്ഞതിൽ സീരിയസ് ആയി എടുക്കേണ്ട സംഗതിയായിട്ട് ഞാൻ കാണുന്നത്, ഇന്ത്യൻ എക്സ്പ്രസ്സുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ ഈ കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ LDF കോൺഗ്രസുമായിട്ടുള്ള മുന്നണിയിലേക്ക് പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, UDFിലേക്ക് പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് നോ എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം എന്താ പറയുന്നത്, പാർട്ടി അണികൾക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അവസാന തീരുമാനം എടുക്കേണ്ടത് ആരാണ്? പാർട്ടി കോൺഗ്രസ്സാണ് എടുക്കേണ്ടത്. ഞങ്ങൾ LDFിൻ്റെ ഭാഗമാണ്, LDF ശക്തിപ്പെടുത്തണം. പക്ഷേ ഇന്ത്യ മുന്നണി എന്നത് ഒരു അലയൻസ് അവിടെ റിയാലിറ്റി ആയിട്ട് കിടപ്പുണ്ട്. ഇതാണ് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാലാകാലം LDFിൻ്റെ കൂടെ നിൽക്കണം എന്ന് നിർബന്ധമില്ല. UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഉള്ള ഒരു മുന്നണി എന്ന് പറയുന്നത് അത് സമ്പൂർണ്ണമായി തള്ളിക്കളയേണ്ട ഒരു ആശയമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഇതിൽ ഗൗരവപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ CPIയുടെ ഒരു സെക്രട്ടറിക്ക് പറയാൻ പറ്റുമോ, ആലോചിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് ആലോചിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ CPIയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോക്സഭയിൽ അവർക്ക് 2 അംഗങ്ങളാണുള്ളത്. ഈ 2 അംഗങ്ങൾ ആരുടെ പിന്തുണയിൽ വിജയിച്ചു വന്നവരാണ്? അത് കോൺഗ്രസിൻ്റെ കൂടെ പിന്തുണയിൽ വിജയിച്ചു വന്നവരാണ്. CPMൻ്റെ മാത്രമല്ല, CPMൻ്റെ പിന്തുണ അവിടെ കുറവാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അവർക്ക് സാമാന്യം നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയത് വേറെ എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാറിൽ ആരുടെ പിന്തുണയാണ്? CPMൻ്റെ പിന്തുണയിലല്ല, കോൺഗ്രസിൻ്റെയും RJDയുടെയും പിന്തുണയിലാണ്. CPI എന്ന് പറയുന്ന പാർട്ടി 1964 പിളർപ്പിന് ശേഷമാണല്ലോ ഇന്നത്തെ CPI ഉണ്ടാകുന്നത്. ആ CPI 64 ശേഷമുള്ള CPIക്ക് ഇന്ത്യയിൽ 2 മുഖ്യമന്ത്രിമാരെ ഉണ്ടായിട്ടുള്ളൂ, അച്യുതമേനോനും PKBയും. ഇവർ ആരുടെ പിന്തുണയിലാണ് മുഖ്യമന്ത്രിയായത്? കോൺഗ്രസിൻ്റെ പിന്തുണയിലാണ്. അപ്പോൾ ചരിത്രവും വർത്തമാനവും CPIയോട് എന്താണ് പറയുന്നത്? നമുക്ക് നേട്ടം ഉണ്ടാകുന്നത് ആരുടെ കൂടെ നിന്നപ്പോഴാണ്? കോൺഗ്രസിൻ്റെ കൂടെ നിന്നപ്പോൾ. ഇനി അപ്പുറത്ത് CPMൻ്റെ കാര്യം എടുക്കുക. 69 CPM EMS അധികാരത്തിൽ നിന്ന് പോകുന്നു. അതിനുശേഷമാണ് അച്യുതമേനോൻ വരുന്നത്. നമുക്കറിയാം 70 മുതൽ 77 വരെ അദ്ദേഹം CM ആയിരിക്കുന്നു. അപ്പം 69 CPM അധികാരത്തിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ അവർ അധികാരത്തിലെത്തുന്ന എപ്പോഴാണ്? 80-ലാണ്. അപ്പോൾ അധികാരത്തിൽ നിന്ന് പോയത് എങ്ങനെയാണ്? CPI പോയപ്പോൾ CPM അധികാരത്തിൽ നിന്ന് പോയി. CPM അധികാരത്തിൽ വന്നത് എപ്പോഴാണ്? CPI കൂടെ കൂടിയപ്പോൾ. അപ്പോൾ 69 ഞങ്ങൾ വിട്ടതിന് ശേഷം, നിങ്ങളെ വിട്ടതിന് ശേഷം നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഉണ്ടായതിൽ നിങ്ങൾ അധികാരത്തിലെത്തി എപ്പോഴാണ്? ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നതിന് ശേഷമാണ് എന്ന് CPMമാരോട് പറയാൻ ചരിത്രപരമായ അഹങ്കാരം, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ചരിത്രപരമായൊരു വലിയൊരു അസറ്റ് CPIക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്, ഇപ്പം കേന്ദ്രത്തിൽ CPI അധികാരത്തിൽ വരുന്നു. 2 കേന്ദ്രമന്ത്രിമാർ, ഇന്ദ്രജിത് ഗുപ്തയും പിന്നെ ഒരു കൃഷിമന്ത്രി, പേര് ഞാൻ മറന്നുപോയി. അത് ആരുടെ പിന്തുണയിലാണ്? കോൺഗ്രസിൻ്റെ പിന്തുണയിലുള്ള യു എഫ് ഗവൺമെൻറ്റാണ്. അന്ന് CPM അധികാരത്തിൻ്റെ ഭാഗമായില്ല. വളരെ കുപ്രസിദ്ധമായ ഹിസ്റ്ററിക്കൽ ബ്ലണ്ടറും സംഭവമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം CPIയുടെ ചരിത്രപരമായ നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ പാർലമെൻ്ററി നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിനോടൊപ്പം നിന്ന സമയത്താണ്. ഇപ്പോൾ ദുർബലമായിരിക്കുന്ന ഈ സമയത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടാകുന്നു. ഇവർ മറ്റേ ഭട്ടിൻഡ കോൺഗ്രസ് ചേരുന്നു. അതിൽ കോൺഗ്രസുമായുള്ള അലയൻസ് തെറ്റായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെയാണ് ഈ ലെഫ്റ്റ് ഫ്രണ്ടിലേക്ക് അവർ വരുന്നത്. അന്ന് കോൺഗ്രസ് വൻ തിരിച്ചടി നേരിട്ടപ്പോഴാണ് ഭട്ടിൻഡ കോൺഗ്രസ്സിലെ ഈ തിരിച്ചറിവ് ഉണ്ടായത് നമ്മൾ ഓർക്കണം. ഇന്ന് ലെഫ്റ്റ് വൻ തിരിച്ചടി നേരിട്ട സന്ദർഭത്തിൽ അവർക്ക് വീണ്ടും ഒരു പുനരാലോചന നടത്തിയാൽ അതിലവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെൻ്ററി പ്രസൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ CPIയുടെ ഒരു പരിപാടിക്ക് പോയി നോക്കുക, ഏതെങ്കിലും ഒരു പരിപാടിക്ക് 40 വയസ്സിന് താഴെയുള്ള ആളുകൾ അതിൽ കാണാൻ നന്നായിട്ട് പ്രയാസപ്പെടും. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി പ്രസൻസ്, അധികാരത്തിലെ സാന്നിധ്യം എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമാണ് നിലനിൽക്കാൻ. അപ്പോൾ
അത്തരം ചില ആലോചനകൾ ആ ആലോചനകൾ നടത്തുവാൻ പറ്റുന്നൊരു സമയമാണ് എന്നവർക്ക് തോന്നുന്നു. അതാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഈ സംസാരത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള CPIയുടെ രൂപമാറ്റം, ആ ബോഡി ലാംഗ്വേജ് ഒക്കെ എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? അതിനെങ്ങനെയായിരിക്കും CPM എടുക്കുക? എനിക്ക് സത്യത്തിൽ സീരിയസ് ആയ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കാൻ CPI തയ്യാറാവുമെന്ന് തോന്നുന്നതേയില്ല. മറിച്ച് ഇപ്പം നേരത്തെ ദാവൂസാഹിബ് തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ടതാണ്. കാനം രാജേന്ദ്രൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം CPMനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പാർട്ടിക്ക് CPIക്കകത്തെ അണികൾക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു കൊടുത്ത, നമ്മളാണ് റിയൽ കമ്മ്യൂണിസ്റ്റുകൾ എന്ന ഫീൽ കൊടുത്ത ആളാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കോംപ്രമൈസ്ഡ് ആവുകയും പിന്നെ ശബ്ദിക്കാതാവുകയും ചെയ്യുകയും അത് പാർട്ടിക്കകത്ത് അതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആദ്യം ഈ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് നിശിതമായ വിമർശനം CPMനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ച ആളാണ് കാനം രാജേന്ദ്രൻ എന്ന് നമ്മൾ ഓർക്കണം. ഈ പാലക്കാട്ടെ സമരം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം സമരക്കാരോട് ജിഷ്ണു പ്രണോയുടെ അമ്മയോട് ഈ സമരം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് പിണറായി വിജയൻ ചോദിച്ചു. അപ്പോഴാണ് കാനം ചോദിക്കുന്നത്, സമരം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്നുള്ളത് മുതലാളിയുടെ ചോദ്യമാണ്, അത് കമ്മ്യൂണിസ്റ്റ് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്. അത്രയും ധീരോദാത്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയും ഭയങ്കര പുളകം ഉണ്ടായിക്കൊടുന്ന ആളാണ് CPIക്കകത്ത്. അദ്ദേഹം പെട്ടെന്ന് പിൻവാങ്ങി. അതിന് മുമ്പുണ്ടായിരുന്ന പന്നിന് മുമ്പ് ചന്ദ്രപ്പനെ നമുക്ക് ഓർമ്മ. ചന്ദ്രപ്പൻ ഇതുപോലെ നേരിട്ട് പിണറായിയുമായിട്ട് കോർത്തുകൊണ്ടിരുന്ന ആളാണ്. അതിനു മുമ്പ് വെളിയാണ്. ചന്ദ്രപ്പൻ കേരളത്തിൽ കുറേ കാലം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പിണറായി പറഞ്ഞിട്ടുണ്ട്. അത് നിരന്തരം അവർ തമ്മിൽ പ്രസ് മീറ്റ് തർക്കം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് വെളിയം ഭാർഗവൻ പൊന്നാനി സീറ്റുമായി ഉണ്ടായ ബഹളം ഓർമ്മയുണ്ട്. വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് ഈ വെളിയം പറയായിരുന്നു. എന്നുവെച്ചാൽ വെളിയത്തിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. വിജയൻ എന്ന് വിളിക്കാൻ കഴിയുമായിരുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ആ നിലയ്ക്കാണ് അവർ നിലനിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിൻ്റെ ഐഡൻറ്റിറ്റി ഞങ്ങൾ റിയൽ കമ്മ്യൂണിസ്റ്റുകളാണ്, ഞങ്ങളാണ് ഈ ലെഫ്റ്റ് ഫ്രണ്ടിനെ ശരിയായ വഴിക്ക് കൊണ്ടുപോകുന്നതെന്ന് സ്ഥാപിക്കലല്ലാതെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം ആ നിലയ്ക്ക് നിർവഹിക്കാൻ സത്യത്തിൽ അവർക്ക് പ്രായോഗിക തലത്തിൽ ഇപ്പോഴില്ല. അപ്പോൾ ഇത് മൊത്തം കുഴപ്പമാണ്, നമ്മളും ഇതിൻ്റെ ഭാഗമാണ് എന്ന് സംശയിക്കപ്പെടുന്നു എന്ന ഒരു ഇൻറ്റേർണൽ പ്രഷർ വരുന്നു. കാനത്തിന് ശേഷം ബിനോയ് വിശ്വവും കംപ്ലീറ്റായി പിണറായി വിജയൻ്റെ താല്പര്യത്തിന് കീഴ്പ്പെടുന്നു എന്ന് ആ പാർട്ടിക്കകത്തെ ഒരു വിഭാഗം ആളുകൾ, പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടല്ലോ, ആ വിഭാഗീയതയുടെ ഭാഗമായ ഒരു വിഭാഗം ആളുകൾ ഇതാ അടുത്ത സെക്രട്ടറിയും ഇതിന് കീഴ്പ്പെടുകയാണ് എന്ന പ്രശ്നം ഉയർത്തുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രസ്താവന പുറത്തു കൊണ്ടുവരികയും അത് കാര്യമായ വാചകങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ മൊത്തത്തിലൊരു ലെഫ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുത്ത യോഗം വിളിക്കുമ്പോൾ പിണറായി വിജയൻ കാണിക്കുന്നത് മോശമായിപ്പോയി, നിങ്ങൾ മാറണം, അല്ലെങ്കിൽ ഇതിനകത്ത് മൊത്തം നയവ്യതിയാനം വരുത്തണമെന്നും CPI ആവശ്യപ്പെടുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഓൾറെഡി CPM നിങ്ങളുടെ ഇമേജ് മേക്കപ്പിൻ്റെ ഭാഗമായാലും കൊള്ളാം, നിങ്ങൾ ഈ ചെയ്യുന്ന എക്സസൈസ് കുറച്ച് കടന്നതാണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേത്, ഈ കോൺഗ്രസുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ പാരമ്പര്യമല്ല CPIയുടെ. ഇപ്പോൾ ചന്ദ്രപ്പനാണ് ഏറ്റവും കൂടുതൽ അതിനെ എൻഡോസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ആൾ. കാരണം CPI വിളിക്കുന്നതിനെ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ്. അതായത് പിളർപ്പിൻ്റെ കാരണം തേടി നമ്മൾ 64-നും പിന്നിലേക്ക് പോയാൽ ഈ ദേശീയ ബൂർഷ്വാസിയെ നമ്മൾ പിന്തുണയ്ക്കേണ്ടതുണ്ടോ? ദേശീയ ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, വൻകിട ബൂർഷ്വാസിയാണ് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്ന് CPM പറയുന്നു. അങ്ങനല്ല എന്ന് CPI, കുറച്ച് സൈദ്ധാന്തികമായ സംഗതിയാണ്, അങ്ങനെ അല്ല എന്നാണ് CPIയുടെ നിലപാട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണവുമായി സഹകരിക്കാം എന്ന നിലപാട് CPIയുടെ ഒരു പൊസിഷൻ എടുക്കുന്നു. എന്നുവെച്ചാൽ എന്താണ്, സോവിയറ്റ് റഷ്യയും നെഹ്റുവിൻ്റെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ നല്ല ബന്ധമാണ്, നമുക്ക് ചേർന്ന് പോകുന്നതിൽ പ്രശ്നമില്ല എന്ന നിലപാട് ഒരു വിഭാഗം സ്വീകരിക്കുന്നു. അങ്ങനെയല്ല വേണ്ടത് എന്ന് ചൈനീസ് പൊസിഷനിലേക്ക് ഒരു വിഭാഗം വരുന്നു. അത് ഫൈനലി പിളരുന്നു. അപ്പോഴും പക്ഷേ അതുപോലെ ഇങ്ങോട്ട് കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിന് ഏതെങ്കിലും സൈദ്ധാന്തികവും പ്രത്യയശാസ്ത്രവുമായിട്ടുള്ള പ്രശ്നം CPIക്ക് തടസ്സമല്ല. അതുകൊണ്ടാണ് ചന്ദ്രപ്പൻ നിരന്തരമായി കോൺഗ്രസ് ബാന്ധവത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മർദ്ദക ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്, ഫാസിസ്റ്റ് ഭരണകൂടമാണുള്ളത്, അതെല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും ഭരണഘടനയും തന്നെ അപ്രസക്തമാക്കുകയാണ്. അപ്പോൾ ഒരു ബഹുജന സർക്കാർ, ഒരു ഐക്യ സർക്കാർ, ഒരു പ്രതിപക്ഷത്തിനല്ലാതെ മറ്റൊന്നിന് ഇതിനെ ചെറുക്കാൻ കഴിയില്ല എന്ന സൈദ്ധാന്തികമായ പുതിയ വാദമൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അതിനെ സിദ്ധാന്തപരമായും പ്രത്യയശാസ്ത്രപരമായും നീതീകരിക്കാൻ പറ്റും. അതിനൊന്നും CPIക്കൊരു പുതിയ CPIക്കാർക്കൊരു ഞെട്ടലിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് കേരളത്തിലെ സിനാരിയോ എടുക്കുക. കേരളത്തിലെ സിനാരിയോയിൽ ഇപ്പോൾ CPI ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണെങ്കിലും മുസ്ലിം ലീഗ് UDFൽ നിൽക്കുന്ന പോലെ അല്ല CPI LDFനകത്ത് നിൽക്കുന്നത്. LDFനകത്ത് CPIക്ക് എത്ര സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇപ്പോൾ വിജയിക്കാൻ കഴിയും ചോദിക്കണം. CPI ഇപ്പോൾ ദാവൂസാഹിബ് അതിൻ്റെ പഴയ പ്രതാപകാലത്തിൻ്റെ ചരിത്രം പറയുന്നു. പക്ഷേ അത് മുന്നോട്ട് വരുന്നതോറും ഭയങ്കരമായി ക്ഷയിക്കുന്നതാണ്. അണികളില്ല എന്ന് മാത്രമല്ല, പുതിയ വോട്ട് ബേസ് ഇല്ല. CPMൻ്റെ ഒരു കോംപ്രമൈസ് പൊസിഷൻ കൊണ്ടുകൂടിയാണ് CPIക്ക് ഇത്രയും സീറ്റ് കിട്ടുന്നതും മിക്ക സ്ഥലത്തും വിജയിക്കുന്നതും. ഒരർത്ഥത്തിലും CPIക്ക് കൊടുക്കേണ്ടതില്ലാത്ത സീറ്റുകൾ പോലും CPM കോംപ്രമൈസ് ചെയ്യുന്നു. CPM അക്കോമഡേറ്റ് ചെയ്യുന്ന പോലെ കോൺഗ്രസിന് പറ്റുകയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന് അങ്ങനെ
എല്ലായിടത്തും സി പി എമ്മിനെ പോലെ ഇപ്പോൾ സി പി എം ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ ഈ നിയമസഭകളുടെ മണ്ഡലം വിഭജനം വന്ന സമയത്ത് ഡീലിമിറ്റേഷനിൽ അവർ കാര്യങ്ങളൊന്നും അവർക്ക് അനുകൂലമായ ഒരു സംഗതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയല്ല. കോൺഗ്രസിന് ഇപ്പോൾ ഇന്ന മണ്ഡലത്തിൽ ഇപ്പോൾ ഉറപ്പായും ജയിക്കുമെന്ന് പറയാൻ കേരളത്തിൽ എത്ര മണ്ഡലമുണ്ട്? അതിനേക്കാൾ കൂടുതൽ എന്തായാലും സി പി എമ്മിനുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സി പി ഐ വരുന്നെങ്കിൽ സി പി ഐ ഇത്ര സീറ്റുകളിൽ ഉറപ്പായിട്ട് വരണം, അത്ര സീറ്റുകളിൽ ഉറപ്പായിട്ട് പോകാൻ ബിനോയ് വിശ്വത്തിന് പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ പോലെ പവർഫുള്ളായ ഒരു പാർട്ടിയാണ് ഞങ്ങൾ വന്നാൽ 21 MLA-മാരുടെ പിൻബലം ഞങ്ങൾക്ക് ഉണ്ടാവും, ഞങ്ങൾക്ക് ഇത്ര സീറ്റുകളിൽ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയും എന്ന് കോൺഫിഡൻസോടെ പറയാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ സി പി ഐക്കില്ല. അപ്പോൾ അതുകൊണ്ട് കേരളമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിക. ഇവിടുത്തെ ഒരു എക്സിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? സി പി എമ്മിൻ്റെ ദേശീയ നയം പോലും പലപ്പോഴും എന്തിനാണ് അതിര് കവിഞ്ഞ കോൺഗ്രസ് വിരോധം എന്തിനാണ്? 64-ലെ പിളർപ്പിൻ്റെ സൈദ്ധാന്തിക ഭാരം ഇപ്പോഴും പേറുന്ന ഒരു ഘടകം ഏതാണ്? ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ കേരളമായിരിക്കും ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രവർത്തനവും മുന്നോട്ട് പോക്കും ഭാവിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചൊരു പ്രധാന ഘടകമായിരിക്കെ ബിനോയ് വിശ്വത്തിന് ഒരു UDF ലൈനോ കോൺഗ്രസ് ലൈനോ സ്വീകരിക്കാൻ അത് കേന്ദ്ര കമ്മിറ്റിയിൽ പറയാൻ പ്രയാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു അണികളെ തൃപ്തിപ്പെടുത്താനുള്ള, മൊത്തം കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ CPM അല്ല, ഞങ്ങൾ റിയൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മൂല്യങ്ങളുള്ള പാർട്ടി എന്ന് സ്ഥാപിക്കാനുള്ള കേവല വ്യായാമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു തുടർച്ചാ സാധ്യത അതിനുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മുന്നണി വിട്ടുപോകാനുള്ള ഒരു ശേഷിയോ ത്രാണിയോ CPIക്കില്ല. പക്ഷേ ഒരു തിരുത്തൽ ശക്തിയായി തുടരാം എന്നുള്ളത് തന്നെയായിരിക്കും ബിനോയ് വിശ്വം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയായി എത്ര കണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടരാൻ CPIക്ക് കഴിയും എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.